ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനറൊക്കെ ഓൾറെഡി കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചെയിൻ വലിച്ച് തീർന്നിട്ടുണ്ട്, ഏകദേശം അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. എന്നാൽ സ്പോക്കറ്റ് വലിയ പ്രശ്നം തോന്നണില്ല. ചെയിനായാലും ചെറിയൊരു ഓവർലാപ്പിംഗ് ഉണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്കത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കണ്ണിയൊന്നും എടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെയിൻ ഗ്രീസ് ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. മാക്സിമം ഉപയോഗിക്കാം. അങ്ങനെ ഒന്ന് എടുത്തിട്ട് പോകാം. സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മാത്രം അതിനെപ്പറ്റി മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഇപ്പോൾ അഡ്ജസ്റ്റിങ് കഴിഞ്ഞു, പരമാവധിയാണ് കിടക്കണം കേട്ടോ. തൽക്കാലം അങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററിയുടെ ആയാലും ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2023 ബാറ്ററിയാണ്. 2023 മോഡലാണ്. ആമറോണിൻ്റെ ബാറ്ററി 12 വോൾട്ട് 7 ആംപിയറിൻ്റെ ബാറ്ററി. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. കാര്യം പുതിയ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ളതാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.95 വരെ കിട്ടുന്നുണ്ട്. നല്ല ബെറ്റർ ആയിട്ടാണ് അതിൻ്റെ റിസൾട്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആയിട്ടാണ് കാണിക്കണേ. സർവീസിൽ നമുക്ക് അതും കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മളത് ചെക്ക് ചെയ്യണേ. ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ടായിട്ടല്ല, കൂട്ടത്തിൽ നമ്മൾ ചെയ്തത് പോകണമെന്ന് മാത്രം. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറണമുണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഡിസ്ക് ബ്രേക്ക് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പാഡ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ആക്കിയിട്ടാൽ മതി. പിന്നെ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവറിനൊരു തേയ്മാനം ഉണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള സ്പ്രിങ്ങും ചെറുതായിട്ട് പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് എപ്പോഴും ബാക്ക് ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ലിവർ നമുക്ക് അത്യാവശ്യം പ്ലേ ഉള്ളതുകൊണ്ട് മാറ്റി കളഞ്ഞാണ്. അതേപോലെ ഉള്ളിൽ സ്പ്രിങ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സ്പ്രിങ് മാത്രമായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ തൽക്കാലം വേറൊരു സ്പ്രിങ് അതിന് വേണ്ടി അറേഞ്ച് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം നോക്കുമ്പോൾ പ്ലഗ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. നമ്മുടെ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയാണ്. കഴിഞ്ഞ സർവീസിലാണോ കഴിഞ്ഞ മുമ്പത്തെ സർവീസിലാണോ. അപ്പോൾ ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കാർബേറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ചിട്ടുണ്ട്. അത് അഴിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഫസ്റ്റ് നമ്മൾ കാലത്ത് സ്റ്റാർട്ട് ചെയ്ത് കയറ്റുന്ന സമയത്ത് നല്ല മിസ്സിങ്, ഒരുപാട് മിസ്സിങ് ആയിട്ട് കാണിച്ചതുകൊണ്ട് നമ്മളൊന്ന് കയറ്റിയതാണ്. അപ്പോൾ കാർബേറ്റർ നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ വാക്യൂം ബെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ തേയ്മാനം ഉണ്ട് ഈ സൈഡിൽ കേട്ടോ. അത് നമുക്ക് തൽക്കാലം മാറ്റണ്ട. കാരണം അത് റഫ്നെസ്സിലേക്കുള്ളതായുള്ള കോട്ടിങ് പോയി തുടങ്ങിയതാണ്. കാരണം കാർബേറ്ററിൻ്റെ ഉള്ളിലും ചെറിയ തേയ്മാനങ്ങളുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാൻ ഉള്ളിൽ തേയ്മാനം ആ സൈഡൊക്കെ തേഞ്ഞിരിക്കണതാണ് കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ഒന്ന് ആ പിസ്റ്റൻ്റെ ആ ബോഡി ഒന്ന് ലൂബ് ചെയ്തിട്ടൊക്കെ ഒന്ന് കയറ്റാം. ചെറിയൊരു ഓയിൽമയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കുറേ വ്യത്യാസം വരും. പിന്നെ അതേപോലെ തന്നെ ഈ സ്ലോ ജെറ്റ് അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. അത്രയാണ് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യണത്. പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ സൈഡൊന്ന് വെൽഡ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വെൽഡ് ചെയ്തിട്ട് ഒരു അല്പം ഒരു ചെറിയൊരു ഹൈറ്റ് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരുപാട് ചെരിഞ്ഞ് നിൽക്കുന്ന കേസൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത്ര കേസാണ് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ.